എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ഇന്ന് കോഴി വളർത്തൽ മേഖലയിൽ എല്ലാവർക്കും ഉള്ള ഒരു പ്രശ്നമാണ് ബാക്ക് യാർഡ് പൗൾട്രി എന്ന് പറയുമ്പോൾ നമ്മൾ വീട്ടുമുറ്റത്ത് വളർത്തുന്ന കോഴികൾ, ഫാൻസി കോഴികൾ, ഇതുപോലെ കോഴികൾ വളർത്തുന്ന ആളുകൾക്കുള്ള പ്രശ്നമാണ് കോഴികൾക്ക് സ്ഥിരമായിട്ട് അസുഖം വരുന്നത്. സ്ഥിരമായിട്ട് ഏതെങ്കിലും രീതിയിലുള്ള അസുഖങ്ങൾ വരിക, കോഴികൾ ചത്തുപോവുക, നമ്മൾ വേറെ മരുന്ന് കൊടുക്കും, ആൻറ്റിബയോട്ടിക് കൊടുക്കും, പല രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്താലും കോഴികൾ ഇങ്ങനെ ചത്തുകൊണ്ടേയിരിക്കും. അപ്പം ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഒരുപാട് ആളുകൾ സ്ഥിരമായിട്ട് നമ്മുടെ ഫേസ്ബുക്കിലൊക്കെ പറയുന്നുണ്ട്. ഇങ്ങനെയുള്ള അസുഖങ്ങൾ, കുറേയൊക്കെ അസുഖങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു മരുന്ന് എന്ന് പറയുമ്പോൾ നമുക്ക് നാച്ചുറലായിട്ട് കിട്ടുന്ന ഒരു ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ലിക്വിഡ്, അതിനെക്കുറിച്ചിട്ടാണ് നമ്മളിന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞേ ബാക്ടീരിയാസിനെയൊക്കെ കൺട്രോൾ ചെയ്യാനുള്ള ഒരുപാട് മെത്തേഡുകളുണ്ട് എന്ന് പറഞ്ഞു. അത് നമ്മൾ ഇത് വരുന്ന വഴി ഇപ്പം വെള്ളത്തിലൂടെ ഇൻഫെക്റ്റ് ആവുന്നുണ്ട്, അതുപോലെ മറ്റ് കോഴികളെ കോണ്ടാക്റ്റ് വഴി ഇൻഫെക്റ്റ് ആവുന്നുണ്ട്, അതുപോലെ നമ്മുടെ ഷെഡിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ടും ലിറ്ററിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ടൊക്കെ ഇൻഫെക്റ്റ് ആവുന്നതുണ്ട്. ഒരുപാടുണ്ട്. ഈ കാര്യം പറയാനുണ്ടെങ്കിൽ ഒരുപാട് വാസ്റ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. അപ്പോൾ നമുക്കിന്ന് കുറച്ച് പറയാം. പിന്നെ പൊതുവേ എന്താണെന്നറിയോ, പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ മെഡിസിൻ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് അല്ലെങ്കിൽ ഇതുപോലെയുള്ള വീഡിയോസ് പറയും ഭയങ്കര ബോറിംഗ് ആയിരിക്കും. അങ്ങനെ എല്ലാവർക്കും ഇത് ഇങ്ങനെ കേട്ടിരിക്കാനുള്ള താല്പര്യം ഉണ്ടാവണമെന്നില്ല. ചിലവർക്ക് എന്തെങ്കിലും വേഗം ഒന്നും മെഡിസിൻ പറഞ്ഞു ഒഴിവാക്കി തരുമോ എന്നുള്ള ആറ്റിറ്റ്യൂഡായിരിക്കും. പക്ഷെ നമ്മൾ അങ്ങനെയല്ല. നമ്മൾ ഒരു കാര്യം കൃത്യമായിട്ട് ഒരു തവണ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പഠിക്കേണ്ട ആവശ്യമില്ല, അതങ്ങനെ ഫോളോ ചെയ്താൽ മതി. പക്ഷെ അതിനെല്ലാവരും മെനക്കെടാറില്ല. അസുഖം വരുന്നു, മരുന്ന് വാങ്ങിക്കുന്നു, കൊടുക്കുന്നു, വീണ്ടും അസുഖം വരുന്നു, ഇതന്നെ ഇങ്ങനെ ഫോളോ ചെയ്യുക. പക്ഷേ അസുഖം വന്നു കഴിഞ്ഞാൽ എന്താണ് അസുഖം, എങ്ങനെയാണ് വന്നത്, എങ്ങനെയാണ് നമുക്കത് പരിഹരിക്കാൻ പറ്റുക എന്ന് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ അസുഖത്തെ നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല. പിന്നെ അടുത്ത ഡിസീസ് വരുമ്പോൾ നോക്കിയാൽ മതി. അപ്പോൾ ഇന്ന് നമ്മൾ പറയുന്നത്, ഞാൻ ആദ്യത്തെ വീഡിയോ, അതായത് ഞാൻ ഈ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തിട്ട് ക്ലിക്കായ ഒരു വീഡിയോ പറയുന്നത് നമ്മുടെ ആപ്പിൾ സിഡർ വിനെഗറിൻ്റെ വീഡിയോ ആണ്. ഇപ്പോൾ ഇത് കാണുന്ന ഒരുപാട് ആൾക്കാർ എൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടാവും. ആപ്പിൾ സിഡർ ഉണ്ടാക്കുന്ന വീഡിയോ ഉണ്ട്, കൊടുക്കുന്ന വിധമുണ്ട്. പക്ഷെ ആ സമയത്ത് ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ എടുത്തിട്ടാണ്, അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും പറഞ്ഞിട്ടില്ല. ഇപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് ആപ്പിൾ സിഡർ വിനെഗറിനെ കുറിച്ചിട്ടാണ്. പക്ഷേ അതിൻ്റെ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ, അത് നമുക്ക് എന്തുകൊണ്ടാണ് ഈ ആപ്പിൾ സിഡർ വിനെഗർ കൊടുത്തു കഴിഞ്ഞാൽ കോഴികൾക്ക് എന്തൊക്കെ ബെനിഫിറ്റാണ്, എങ്ങനെയാണ് ഇത് ബെനിഫിറ്റ് ആവുന്നത് എന്നാണ് പറയുന്നത്. ഇപ്പോൾ എന്താണ് ആപ്പിൾ സിഡർ വിനെഗർ? അപ്പം ഞാൻ ഫാസ്റ്റായിട്ട് ആപ്പിൾ സിഡർ വിനെഗർ എന്നിങ്ങനെ പറയുമ്പോൾ പലർക്കും ഡൗട്ട് ഉണ്ടാവും, ഇതെന്താണ് ഈ ചങ്ങായി പറയുന്ന സാധനത്തിൻ്റെ പേര് എന്നുള്ളത്. ആപ്പിൾ സിഡർ വിനെഗർ എന്നാണ് പേര്. ആപ്പിൾ കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു വിനെഗറാണ്. നമ്മളെ ഈ വിനാഗിരി എന്നൊക്കെയല്ലേ പറയുക, എൻ്റെ നാട്ടിലൊക്കെ വിനാഗിരി എന്നാണ് പറയുക. പിന്നെ അപ്പം അത് ആപ്പിൾ കൊണ്ട് ഉണ്ടാക്കുന്നതാണ്, ഫെർമെൻറ്റ് ചെയ്തിട്ട് ആപ്പിൾ കൊണ്ട് ഉണ്ടാക്കുന്ന വിനെഗറാണ്. അതിന് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് നമുക്ക് മനുഷ്യന്മാർക്കുണ്ട്, അതേപോലെ തന്നെ നമ്മൾ കോഴികൾക്കും ഉണ്ട്. മനുഷ്യന്മാർക്കുള്ള ഹെൽത്ത് ബെനിഫിറ്റ്സ് നമ്മൾ യൂട്യൂബ് തുറന്ന ഒരുപാട് വീഡിയോസ് കാണാൻ പറ്റും. ഇതിൻ്റെ മെയിനായിട്ടുള്ള ആദ്യത്തെ ഒരു ഉപകാരം പറയാം. നമ്മൾ കോഴിക്കുഞ്ഞുങ്ങൾ ചത്തുപോകുന്നത് ഭയങ്കര പ്രശ്നമാണ് ഒരുപാട് ആളുകൾക്ക്. എനിക്ക് അറിയുന്ന ഒരുപാട് ആളുകൾ നിർത്തിപ്പോകാനുള്ള ലെവലിലെത്തിയവരൊക്കെ ഉണ്ട്. മതിയായി, മടുത്തു, ഇനി ഞാൻ ചെയ്യുന്നില്ല എന്നിട്ട് നിർത്തിപ്പോകുന്നവർ വരെ ഉണ്ട്. മെയിനായിട്ടുള്ള പ്രശ്നം കോക്സീഡിയ എന്ന് പറയുന്ന അസുഖമാണ്. കോക്സീഡിയ ചിലപ്പോൾ നിങ്ങളെല്ലാം പരിചയമുണ്ടാകും. ഞാൻ കോക്സീഡിയയെ കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കാണാത്തവരുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിലിടാം, നിങ്ങൾ നോക്കിയാൽ മതി. ഇപ്പോൾ കോക്സീഡിയ വന്നാൽ കോഴി ബ്ലഡ് കാഷ്ടിച്ച് ചത്തുപോകുന്ന അസുഖമാണ്. എപ്പോഴും ബ്ലഡ് കാഷ്ടിക്കണം എന്നില്ല, ചിറകൊക്കെ താഴ്ത്തി നിന്ന് എന്താ പറയുക, ഒരു ആരോഗ്യമില്ലാത്ത രീതിയിൽ കാലൊക്കെ തളർന്നിട്ടാണ് ചിലപ്പോൾ ചത്തുപോവുക. അപ്പോൾ ആപ്പിൾ സിഡർ വിനെഗർ കൊടുക്കുകയെന്നുണ്ടെങ്കിൽ മെയിനായിട്ട് ഈ കോക്സീഡിയക്ക് നല്ല എഫക്റ്റീവാണ്. നിങ്ങൾ കൊടുത്തു നോക്കിക്കോ. എല്ലാവരും ഒരുപാട് ആൾക്കാർ ഇത് കൊടുത്തു നോക്കിയിട്ട് നല്ല കിടിലൻ റിസൾട്ടാണ്. ഷുവറായിട്ടും 100% റിസൾട്ട് ഉണ്ട്, അത് ഉറപ്പാണ്. നിങ്ങൾ കൊടുത്തു നോക്കുക. കാരണം ഞാൻ ഒരുപാട് പ്രാവശ്യം ടെസ്റ്റ് ചെയ്തതാണ്. ആപ്പിൾ സിഡർ വിനെഗർ കോക്സീഡിയക്ക് നല്ല എഫക്റ്റീവാണ്. ഇപ്പം നമ്മൾ ആദ്യത്തെ ബെനിഫിറ്റ് നോക്കിയാൽ, ആദ്യത്തെ ബെനിഫിറ്റ് പറയുന്നത് കോക്സിഡിയാസിസിനെ തടയുന്നുള്ളതാണ്. കോക്സിഡിയ എന്ന് പറയുന്നത് ബാക്ടീരിയ വൈറസോ അല്ലാതെ വേറൊരു സൂക്ഷ്മജീവിയാണ്. അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട്. കറക്റ്റായിട്ട് അതിൽ നോക്കിയാൽ ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നത്, ഈ മഴക്കാലത്തൊക്കെ നമ്മൾ ഈ സാഹചര്യത്തിൽ
വെള്ളത്തിലൂടെ ഒരുപാട് പ്രശ്നങ്ങൾ വരും. കോളി, അതുപോലെ സാൽമോണല്ല ബാക്ടീരിയാസ്, ഇതുപോലെയുള്ള പലതരത്തിലുള്ള മറ്റ് ബാക്ടീരിയാസ് കൂടി ഉണ്ട്. അപ്പോൾ ഇതും നമ്മുടെ കോഴികൾക്ക് ഇൻഫെക്റ്റ് ആയിട്ട് പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഈ ആപ്പിൾ സിഡർ വിനെഗർ കൊടുക്കാന്നുണ്ടെങ്കിൽ ഇതുപോലെ കോളി, സാൽമോണല്ലൊക്കെ വളരെ ഫലപ്രദമായിട്ട് അതിനെ റെസ്റ്റ് ചെയ്തിട്ട് കോഴികൾക്ക് നല്ല ഇമ്മ്യൂണിറ്റി കൊടുക്കുന്നുണ്ട്. അതായത് ഡേ ഓൾഡ് മുതൽ നിങ്ങൾക്ക് വലിയ കോഴികൾക്ക് വരെ കൊടുക്കാം. അത് കൊടുക്കാന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവർക്ക് രോഗപ്രതിരോധ ശേഷി നല്ല രീതിയിൽ വർദ്ധിച്ചിട്ട് നല്ല ആരോഗ്യത്തോടെയുള്ള കോഴികളാണ് കിട്ടുക. ഇതാണ് ഇതിൻ്റെ ഒരു രണ്ടാമത്തെ ബെനിഫിറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ബെനിഫിറ്റ് എന്താണെന്ന് പറഞ്ഞാൽ ആപ്പിൾ സിഡർ വിനെഗർ ശരിക്കും ആക്ഷൻ എങ്ങനെ വർക്ക് ചെയ്യുന്നത് പറഞ്ഞാൽ ഇതിൻ്റെ pH ലെവല് ഒരു 5 താഴെയാണ് ആപ്പിൾ സിഡർ വിനെഗറിൻ്റെ pH ലെവലോളം വെള്ളം മിക്സ് ചെയ്താൽ വരിക. അപ്പോൾ വെള്ളം മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ pH ലെവൽ ലോ ആവും. അപ്പോൾ ലോ pH ലെവലിൽ ബാക്ടീരിയാസ് അങ്ങനെ ഹാംഫുൾ ആയിട്ടുള്ള ബാക്ടീരിയാസ് നിൽക്കില്ല, അല്ലെങ്കിൽ ചത്തു അല്ലെങ്കിൽ നശിച്ചു പോകും. നല്ല ബാക്ടീരിയാസ് മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ അപ്പോൾ അതാണ് ഇതിൻ്റെ വർക്കിംഗ് എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് തന്നെ നമ്മളെ കോഴികൾക്ക് നമ്മൾ കൊടുക്കുന്ന ഭക്ഷണങ്ങൾ അതിലെ ന്യൂട്രീഷൻസ്, അതിലെ ന്യൂട്രിയൻ കണ്ടൻസ് ഉണ്ടാവില്ല, അതിലെ വൈറ്റമിൻസ് കാര്യങ്ങളൊക്കെ കോഴിക്ക് അബ്സോർവ് ചെയ്തെടുക്കാൻ പറ്റുന്ന സംഭവങ്ങൾ. അപ്പം ഞാൻ ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്നുള്ള ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട്. കാരണം ഇങ്ങനെ കുറേ ഇംഗ്ലീഷ് വേർഡ്സ് ആയതുകൊണ്ട് മുന്നേ എന്നോട് ആരോ പറഞ്ഞായിരുന്നു നിങ്ങൾ ഈ പറയുമ്പോൾ ഇതുപോലെ കുറേ വാക്കുകൾ പറയരുത് എന്നുള്ളത്. അത് എൻ്റെ മലയാളം എനിക്ക് അറിയില്ല ആക്ച്വലി, അതുകൊണ്ടാട്ടാ എന്താണ് പറയാമെന്നറിയില്ല. വിറ്റാമിൻസ് പോലെയുള്ള കാര്യങ്ങൾ പിന്നെ കോഴിക്ക് എന്ത് ചെയ്യും, കൂടുതൽ ശരീരത്തിലേക്ക് ആഗിരണം ചെയ്യാമെന്നല്ല പറയാം, ആഗിരണം ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ പിന്നെ സഹായിക്കും ഈ ഒരു ആപ്പിൾ സിഡർ വിനെഗർ കൊടുത്താൽ. അതാണ് മറ്റൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്. പിന്നെ ഇതിന് റിലേറ്റഡ് ആയിട്ട് തന്നെ നമ്മൾ കൊടുക്കുന്ന ഫുഡ് നല്ല രീതിയിൽ ഡൈജസ്റ്റ് ആവും. ഗട്ട് ഹെൽത്ത്, അതായത് അതിൻ്റെ വയറ് ആ ഭാഗങ്ങളിലുള്ള പിന്നെ ഹെൽത്ത് ഇമ്പ്രൂവ് ആകുന്നത് കൊണ്ട് തന്നെ എന്തായാലും സ്വാഭാവികമായിട്ട് കോഴീൻ്റെ പ്രതിരോധശേഷി കൂടുകയും നല്ല രീതിയിലുള്ള വളർച്ച കോഴിക്കുണ്ടാവും. കോഴി കുഞ്ഞുങ്ങളിലായാലും ഈവൻ ബ്രോയിലർ കോഴികളിലായാലും നല്ല വളർച്ച ഉണ്ടാവും. പക്ഷേ ബ്രോയിലർ കോഴി ഫാമിങ് ചെയ്യുന്നവർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് കയറി കൊടുക്കണ്ട. ഞാൻ മുന്നേ ഉള്ള വീഡിയോയിൽ കറക്റ്റ് അതിൻ്റെ അളവ് പറഞ്ഞിട്ടുണ്ടായി തോന്നുന്നു, ബ്രോയിലർ കോഴിക്ക് എത്രയാണ് കൊടുക്കേണ്ടതെന്നുള്ളത്. കൊടുത്തു നോക്കിയോ, കുഴപ്പമൊന്നുമില്ല. കുറച്ച് കോഴികൾ ഇപ്പോൾ 200-300 കോഴികളൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ മിക്സ് ചെയ്ത് കൊടുത്തു നോക്കിക്കോ. എന്തായാലും നെഗറ്റീവായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല, നല്ല റിസൾട്ട് തന്നെയായിരിക്കും കിട്ടുക. ഇനി നമുക്കൊരു മറ്റൊരു ബെനിഫിറ്റ് കൂടി നോക്കാം. അപ്പോൾ ആപ്പിൾ സിഡർ വിനെഗർ കൊടുത്താൽ എഗ് പ്രൊഡക്ഷൻ വർദ്ധിക്കും. പക്ഷേ പ്രശ്നം വേറെ കാര്യം കൂടി ഉണ്ട്. നിങ്ങൾ ഫീഡ് കൊടുക്കുമ്പം കറക്റ്റായിട്ട് നല്ല ഫീഡ് കൊടുക്കണം, എന്നാൽ മാത്രമേ മുട്ടയിടുള്ളൂ. ആപ്പിൾ സിഡർ വിനെഗർ കൊടുത്താൽ കൊണ്ട് മാത്രം മുട്ടയൊന്നും ഇടില്ല. അത് പക്ഷെ നിങ്ങൾ കൊടുക്കുന്ന ഫീഡ് നല്ല രീതിയിൽ അബ്സോർവ് ചെയ്തിട്ട് കോഴിയിൽ എഗ് പ്രൊഡക്ഷൻ വർദ്ധിക്കാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കും. അതാണ് ഇതിൻ്റെ ബേസ് പറഞ്ഞത്. അല്ലാണ്ട് നമ്മളിത് ആപ്പിൾ സിഡർ വിനെഗർ കൊടുക്കുമ്പോൾ കോഴി മുട്ട കൂടുതൽ ഇടുന്നല്ല. കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന ഫീഡിൻ്റെ റിസൾട്ട് കൂടുതലായിട്ട് കിട്ടും. പിന്നെ നമ്മൾ ഈ കാഷ്ടത്തിൻ്റെ സ്മെല്ല് കുറയും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങളത് കൊടുത്തു നോക്കാം. അപ്പോൾ ഇതൊക്കെയാണ് ആപ്പിൾ സിഡർ വിനെഗറിൻ്റെ കൊണ്ടുള്ള ഗുണങ്ങൾ. പക്ഷെ ഞാൻ ചുരുക്കി പറഞ്ഞതാണ്, കാരണം കൂടുതൽ ബോറിങ് ആക്കേണ്ടതെന്ന് വെച്ചിട്ടാണ് ഇങ്ങനെ എല്ലാം ചുരുക്കി പറയുന്നത്. ഇനി നമുക്ക് ഈ ആപ്പിൾ സിഡർ വിനെഗറിന് എത്ര കോസ്റ്റ് ആവും, ഭയങ്കര പൈസ ഉണ്ടോ എന്നൊക്കെ എല്ലാവരും ചിന്തിക്കേണ്ടാവും. ആപ്പിൾ സിഡർ വിനെഗർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എനിക്ക് തോന്നുന്നു ഞാനിപ്പോൾ ഇവിടെ വീട്ടിലുണ്ടാക്കുന്നുണ്ടെങ്കിൽ ഏകദേശം ചിലവാകുന്നത് ഒരു 3 ആപ്പിൾ വാങ്ങിക്കേണ്ട പൈസ എത്രയാണോ അത്ര. അതുതന്നെ മറ്റൊരു കാര്യമുണ്ട്, നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് ഒരു സൈഡൊക്കെ കേടായ ആപ്പിൾ ഫ്രീ ആയിട്ട് ചിലപ്പോൾ കിട്ടും. അപ്പോൾ അങ്ങനെ ഫ്രീ ആയിട്ട് നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ആ സൈഡ് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ബാക്കി സൈഡ് എടുത്തിട്ട് നമ്മൾ വിനെഗർ ആക്കിയാൽ മതി. വിനെഗർ ആക്കുന്ന വീഡിയോ നേരത്തെ ഓൾറെഡി ചെയ്തിട്ടുണ്ട്, അതും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം, നിങ്ങൾ അത് നോക്കി ചെയ്താൽ മതി. ഒരു 10-15 ദിവസം കൊണ്ട് വിനെഗർ റെഡിയാവും. അതിന് മുകളിൽ ചെറിയൊരു പൂപ്പൽ പോലെയൊക്കെ വരും. അപ്പോൾ ഒരുപാട് ആളുകൾ അത് എടുത്ത് മറച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു, പൂപ്പൽ വന്നിട്ട് എടുത്ത് മറച്ചെന്നൊക്കെ. അപ്പോൾ ശരിക്കും അത് ഫെർമെൻ്റായിട്ട് വരുന്നതാണ് കേട്ടോ, അത് നിങ്ങളെടുത്ത് മറിക്കണ്ട, അങ്ങനെ തന്നെയാണ് ഉണ്ടാവുക. അപ്പോൾ ഞാനും ആദ്യം വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇത് ചെയ്യുമ്പോൾ ഇതെന്താണ് പൂപ്പൽ വന്നതാണോ എന്ന് വെച്ചു. പിന്നെ അവിടെ തന്നെ വെച്ചു, പിന്നെ ഇളക്കി നോക്കി കുറേ സെർച്ചൊക്കെ ചെയ്ത് നോക്കുമ്പോൾ മനസ്സിലായി ഇതിങ്ങനെ തന്നെയാണ് ഇതിൻ്റെ പ്രോസസ്സ് എന്നുള്ളത് മനസ്സിലായി. അപ്പോൾ എടുത്ത് കളയണ്ട. പിന്നെ കോഴികൾ ഇപ്പോൾ നിങ്ങൾ അടവെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ വീട്ടിൽ നാടൻ കോഴിയൊക്കെ വളർത്തുന്നവരാണെങ്കിൽ അടവെച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, അടവെക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾ ആപ്പിൾ സിഡർ വിനെഗർ ഉണ്ടാക്കാൻ തുടങ്ങുക.
അപ്പോൾ കോഴിക്കുഞ്ഞ് വിരിയുമ്പോഴേക്കും ഒരു 10-15 ദിവസം കഴിയുമ്പോഴേക്കും വിനെഗർ റെഡിയാവും. പിന്നെ വിരിഞ്ഞിറങ്ങിയിട്ട് ഒരു 3-4 ദിവസം കഴിഞ്ഞിട്ട് കൊടുത്താൽ മതി. കൊടുക്കേണ്ട അളവാണ് നമുക്കിനി പറയാനുള്ളത്. അതുപോലെ മറ്റൊരു കാര്യം കൂടി ഉണ്ട്. നിങ്ങൾ വിനെഗർ ഉണ്ടാക്കുന്നത് ഗ്ലാസിൻ്റെ ജാറിലാണ് ഉണ്ടാക്കേണ്ടത്. അതിനുശേഷം ഇപ്പോൾ നമുക്ക് ഷോപ്പിൽ നിന്നൊക്കെ വരുന്നത് പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിൽ വരുന്നുണ്ട്. പക്ഷേ നമ്മൾ ഉണ്ടാക്കുമ്പോൾ എന്തായാലും ആപ്പിളിൻ്റെ വിനെഗർ എപ്പോഴും ഉണ്ടാക്കേണ്ടത് ഗ്ലാസിൻ്റെ ജാറിലാണ്. അത് വിത്ത് ആപ്പിൾ, അതായത് വിത്ത് മദർ എന്ന് പറയുന്നത് അതിൻ്റെ ആപ്പിളിൻ്റെ കഷ്ണങ്ങളൊക്കെ അതിലുണ്ടാവും. അതുകൂടെ ആയിട്ടാണ്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുമ്പം ആപ്പിൾ വിത്ത് മദറാണ് നമുക്ക് ഷോപ്പിൽ നിന്ന് വാങ്ങുന്നുണ്ടെങ്കിൽ വാങ്ങിക്കേണ്ടത്. വീട്ടിൽ നിന്നാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആപ്പിളിൻ്റെ ചെറിയ ചെറിയ പീസുകളൊക്കെ അതിലുണ്ടാവും. അത് തന്നെയാണ് മദർ എന്ന് പറയുന്നത്. അതിൻ്റെ അടിയിലുണ്ടാകുന്ന അതിൻ്റെ ഉണ്ടാക്കാൻ ഉപയോഗിച്ച സാധനങ്ങൾ. അത് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് വിനെഗർ ആക്കുമ്പോൾ അതിലേക്ക് നമുക്ക് ഇതെടുത്തിട്ട് ഇട്ടിട്ട് അതിലേക്ക് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്നാവും. ഇനി ഷോപ്പിൽ നിന്ന് വാങ്ങുന്നവർക്കാണ് അങ്ങനെ വാങ്ങിക്കാം. ബ്രാഗ് എന്ന് പറഞ്ഞ കമ്പനിയുടെയാണ് ഏറ്റവും ടോപ്പ് ആപ്പിൾ സിഡർ വിനെഗർ വേൾഡിൽ. അത് നമുക്ക് ആമസോണിൽ കിട്ടാനുണ്ട്. ഇനി നമുക്കിതിൻ്റെ അളവ് എത്രയാണ് വിനെഗർ നമുക്ക് കൊടുക്കേണ്ടത് കോഴിക്ക് എന്ന് നോക്കാം. എത്ര തവണ കൊടുക്കണം വിനെഗർ, നമ്മൾ എത്ര അളവിലാണ് കൊടുക്കേണ്ടത്? കോഴി കുഞ്ഞുങ്ങൾ കൊടുക്കുമ്പോൾ എത്ര കൊടുക്കണം, വലിയ കോഴികൾ കൊടുക്കുമ്പോൾ എത്ര കൊടുക്കണം നല്ലത്. അപ്പോൾ അതിൽ വേറൊരു കാര്യം കൂടി പറയാനുള്ളത്, ഈ വിനെഗർ മിക്സ് ചെയ്ത വെള്ളം നമ്മൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ വെക്കേണ്ട ആവശ്യമില്ല. നമ്മൾ എന്ത് ചെയ്താൽ മതി, കുറച്ച് വെള്ളം എടുത്തിട്ട് അതിൽ മിക്സ് ചെയ്ത്, ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മൾ 1 ലിറ്റർ വെള്ളമാണ് ഉപയോഗിക്കുന്നത് വിചാരിക്കുക. അപ്പം നമ്മൾ 1/2 ലിറ്റർ വെള്ളം എടുത്തിട്ട് അതിൽ മിക്സ് ചെയ്ത് കൊടുത്താലും മതി. കാരണം അവർ കുറച്ച് സമയം കുടിച്ചത് കഴിഞ്ഞു തീരുന്ന രീതിയിൽ കൊടുത്താൽ മതി. നിങ്ങൾ ഫുൾ ടൈം വിനെഗർ മിക്സ് ചെയ്ത വെള്ളം കൊടുക്കണമെന്നില്ല. അതുപോലെ ദിവസവും കൊടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കോഴിക്കുഞ്ഞുങ്ങളൊരു 3 ദിവസം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കണ്ടിന്യൂസ് എല്ലാ ദിവസവും വേണം കൊടുക്കുക. ഏകദേശം 1 മാസം ആകുന്നത് വരെ ഇതുപോലെ കുറച്ച് അളവിൽ സ്ഥിരമായിട്ട് കൊടുക്കുക. അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്, ചില സ്ഥലങ്ങളിൽ സ്ഥിരമായിട്ട് ഈ കോക്സിഡിയൻ്റെ പ്രശ്നമുള്ള വീടുകളൊക്കെ ഉണ്ടാവും, ഫാമുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അവിടെ ആണെങ്കിൽ ചിലപ്പോൾ പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട്. 1 ദിവസം ഇടവിട്ടിട്ടോ 2 ദിവസം ഇടവിട്ട് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല, ഓക്കെയാണ്. ഇതെല്ലാം ടെസ്റ്റ് ചെയ്തതാണ്. പിന്നെ വലിയ കോഴിക്ക് കൊടുക്കേണ്ടത് നമ്മൾ 5 ml വരെ 1 ലിറ്ററിൽ മിക്സ് ചെയ്യാം. അത് 5 ml എന്നുള്ളത് ഒരു 6-7 ml ആയാലും കുഴപ്പമൊന്നുമില്ല, പ്രശ്നങ്ങളൊന്നും വരാനില്ല. ഒരു 5-6 ml ഒക്കെ മിക്സ് ചെയ്ത് കൊടുക്കുക, അത് വിഷയമല്ല. ചെറിയ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഇപ്പോൾ ഒരു 3 ദിവസമുള്ള പ്രായമുള്ള കോഴിക്കുഞ്ഞുങ്ങൾക്ക് കഴിഞ്ഞവർക്ക് നമുക്ക് 1 ml മുതൽ 2 ml വരെ 1 ലിറ്ററിൽ മിക്സ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ അളവ് അങ്ങനെയാണ്. അതൊരു 3 ml ആയാലും കുഴപ്പമില്ല, പക്ഷേ ഒരുപാട് കൂടണ്ട. അപ്പോൾ വലിയ കോഴികൾക്ക് മാസത്തിൽ ഒരു 5 തവണ അല്ലെങ്കിൽ 6 തവണ കൊടുക്കാം. അത് നിങ്ങൾ കൊടുക്കുന്നത് എല്ലാ ശനിയാഴ്ചയോ അല്ലെങ്കിൽ എല്ലാ ഞായറാഴ്ചയോ അങ്ങനെ വേണം കൊടുക്കുക. അങ്ങനെ മിക്സ് കൊടുക്കുക. പിന്നെ കോഴികൾക്ക് മാത്രമല്ല, നിങ്ങളുടെ വീട്ടിൽ പ്രാവുകളുണ്ട്, പ്രാവുകൾക്ക് കൊടുക്കാം, മറ്റ് പക്ഷികൾക്കൊക്കെ കൊടുക്കാം. പക്ഷേ പക്ഷികൾക്ക് കൊടുക്കുമ്പോൾ ചെറിയ പക്ഷികളാണെന്ന് നിങ്ങൾ അളവ് കുറച്ച് കൊടുത്താൽ മതി, ഒരുപാട് കൊടുക്കരുത്. പക്ഷികളൊക്കെ ഇപ്പം സ്പ്രൗട്ട്സിലുണ്ട്, നമ്മൾ ഈ ധാന്യങ്ങൾ മുളപ്പിച്ച് കൊടുക്കുമ്പോൾ ആപ്പിൾ സിഡർ വിനെഗറിൽ കുറച്ച് മിക്സ് ചെയ്തിട്ട് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ അതിലെ ഫംഗസും കാര്യങ്ങളൊക്കെ പോകും, കുറച്ചുകൂടെ നല്ലതാണ്. അപ്പോൾ ഇതുപോലെയുള്ള ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട് ഈ ആപ്പിൾ സിഡർ വിനെഗറിന്. ഒരുപാട് ആൾക്കാരുടെ ഒരു കംപ്ലൈൻ്റ് ആയിട്ടുള്ള ഒരു അസുഖമുണ്ട്, അതായത് നെഞ്ചുണക്ക് എന്ന് പറയുന്നത്. നെഞ്ചുണക്ക് എന്ന് പറഞ്ഞാൽ കോഴിയുടെ ചെസ്റ്റിൻ്റെ ഭാഗത്തുള്ള ആ ഒരു എല്ലിൻ്റെ പുറത്തേക്ക് തള്ളി വരുന്ന പോലെ തോന്നാം. ശരിക്കും തള്ളി വരുന്നതല്ല, അതിൻ്റെ ഇറച്ചി കുറയുമ്പോൾ അതിങ്ങനെ നമ്മൾ പുറത്തേക്ക് പ്രൊജക്റ്റായിട്ട് കാണുന്നതാണ്. അപ്പോൾ ഈ ഒരു പ്രശ്നം എല്ലാവരും പറയുന്നുണ്ട്. അതിന് ഏറ്റവും നല്ലൊരു സൊല്യൂഷൻ നിങ്ങൾ ആപ്പിൾ സിഡർ വിനെഗർ ഇതുപോലെ പതിവാക്കിയാൽ മതി. അപ്പോൾ നെഞ്ചുണക്ക് നോർമൽ കേസിലുള്ളതാണെന്നുണ്ടെങ്കിൽ അത് ഒരു പരിധി വരെ വരില്ല. കാരണം അതും ഇതുപോലെ കൊടുത്തു നോക്കിയിട്ടുള്ളതാണ്. അപ്പോൾ നല്ല അടിപൊളി റിസൾട്ടാണ്. പക്ഷേ വൈറൽ ഡിസീസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഈ പ്രശ്നമാണെങ്കിൽ ചിലപ്പോൾ ശരിയാവണമെന്നില്ല. എന്നാലും വൈറൽ ഡിസീസുകൾ ഒരു പരിധി വരെ എഫക്റ്റ് ആവില്ല. അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് ഈ ആപ്പിൾ സിഡർ വിനെഗർ തന്നെ ഒരു ഈ പറയുന്ന പോലെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ആൻറ്റിബയോട്ടിക്കുകളൊന്നും നിങ്ങൾ ഉപയോഗിക്കേണ്ടി വരില്ല. ഒരു പരിധി വരെ ആൻറ്റിബയോട്ടിക് വേണ്ട. അപ്പോൾ ഞാൻ ആപ്പിൾ സിഡർ വിനെഗറിനെ കുറിച്ച് കുറേ പറഞ്ഞു, അതിൻ്റെ കുറേ ഡീറ്റെയിൽസ് പറഞ്ഞു. അപ്പോൾ നിങ്ങളെല്ലാം ട്രൈ ചെയ്ത് നോക്കുക. ഫേസ്ബുക്കിൽ കോഴി വളർത്തുന്ന എല്ലാവർക്കും ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് ഫേസ്ബുക്കിൽ. ആ ഗ്രൂപ്പിൽ എല്ലാവരും ജോയിൻ ചെയ്യാൻ പറ്റുന്നത്തോളം ആളുകൾ ജോയിൻ ചെയ്തോ. ഞാൻ അതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ എനിക്കൊരു സെക്കൻഡ് ചാനൽ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ അത് വൈൽഡ് ലൈഫായിട്ട് ബന്ധപ്പെട്ട നമ്മളെ കാട്ടിലെ മൃഗങ്ങളെ കുറിച്ചിട്ടും അവരെ കുറേ നമുക്കറിയാത്ത കുറേ കാര്യങ്ങളും അറിയുന്ന കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ചാനലാണ്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഇടുക.
എന്തായാലും പറ്റുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കുറച്ച് 10-60 സബ്സ്ക്രൈബേഴ്സേ ഉള്ളൂ ഇപ്പോൾ. എന്തായാലും പിന്നെ എല്ലാവരോടും പറയാനുള്ളത്, ഇത്രയും സമയം എല്ലാവരും ക്ഷമിച്ച് കേട്ടതിന് എല്ലാവരോടും താങ്ക്സ്. പിന്നെ നിങ്ങളിതെല്ലാം അപ്ലൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ റിസൾട്ട് പറ്റുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ വീഡിയോയിൽ ഇനിയും ഒരുപാട് വീഡിയോസ് ഇടാനുണ്ട്, കണ്ടിന്യൂസ് ആയിട്ട് ഇടാനുണ്ട്. അപ്പം അത് എല്ലാവർക്കും നോട്ടിഫിക്കേഷൻ വേണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. പിന്നെ ഞാൻ ഫേസ്ബുക്കിലൊക്കെയാണ് ലിങ്ക് സാധാരണ ഇടുന്നത്. കുറച്ച് നാളത്തേക്ക് ഒന്ന് സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട്, ലിങ്ക് ഫേസ്ബുക്കിലൊന്നും ഇടില്ല. അപ്പോൾ നിങ്ങൾ ചാനൽ വന്നാൽ മാത്രമേ കിട്ടുള്ളൂ. അപ്പോൾ ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ പുതിയ ടോപ്പിക്കായിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.